ഭാരതം ലോകത്തിന് മുന്നിൽ തങ്ങളുടെ യഥാർത്ഥ വിശ്വരൂപം പുറത്തെടുത്തിരിക്കുകയാണ്. പ്രതിരോധ രംഗത്തെ അധികായന്മാരായിട്ടുള്ള ഇസ്രയേലിനെയും ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ഉത്തര കൊറിയയും വരെ പിന്തള്ളി ഏറ്റവും വലിയ മാരകായുധ ശേഖരവുമായി ഇന്ത്യ ഒരു ആഗോള സൈനിക ശക്തിയായി മാറിയിരിക്കുകയാണ്. ഇനിയൊരു യുദ്ധമുണ്ടായാൽ ശത്രുവിന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാത്ത ഇന്ത്യയുടെ ഈ പുതിയ നീക്കം ലോകരാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ആഗോള ആയുധ നിരീക്ഷണ ഏജൻസി ആയിട്ടുള്ള സിപ്രിയുടെ 2026 പുതിയ റിപ്പോർട്ടിലാണ് കണക്കുകൾ സഹിതം ഇന്ത്യയുടെ ഈ ഒരു മാസ് നീക്കം വെളിപ്പെട്ടത്. ഇന്ത്യയുടെ കൈവശമുള്ള ആണവായുധങ്ങളുടെ എണ്ണം ഇപ്പോൾ 190 ഉയർന്നിരിക്കുകയാണ്. അതായത് 90 ആണവായുധങ്ങളുള്ള ഇസ്രയേലിനെയും 60 എണ്ണമുള്ള ഉത്തര കൊറിയയും ഇന്ത്യ ബഹുദൂരം പിന്നിലാക്കി. ഏറ്റവും വലിയ മറ്റൊരു കാര്യം, ചരിത്രത്തിലാദ്യമായി ഇന്ത്യ തങ്ങളുടെ 12 ആണവ പോർമുനകൾ യുദ്ധസജ്ജമാക്കി ഏത് നിമിഷവും വിക്ഷേപിക്കാൻ പാകത്തിൽ വിന്യസിച്ചിരിക്കുകയാണ്. കേവലം 170 പോർമുനകളുള്ള പാകിസ്ഥാനെയൊക്കെ ഇന്ത്യ എന്നേ മൈൻഡ് ചെയ്യാതായി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പണ്ടൊക്കെ സമാധാന കാലത്ത് മിസൈലുകളും ആണവ പോർമുനകളും വെവ്വേറെ ആയിരുന്നു ഇന്ത്യ സൂക്ഷിച്ചിരുന്നത്. വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം അവയെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു ഡിഫെൻസീവ് ശൈലിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ആ പഴയ മടിച്ചു നിൽക്കുന്ന നയം ഇന്ത്യ എന്നേക്കുമായി അറബിക്കടലിൽ ഒഴുക്കിക്കളഞ്ഞു. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികളെ പോലെ എപ്പോൾ വേണമെങ്കിലും ട്രിഗർ വലിക്കാൻ പാകത്തിൽ അതിമാരകമായിട്ടുള്ള ആയുധങ്ങൾ മിസൈലുകളുമായി ഘടിപ്പിച്ചു നിർത്തുന്ന ഒരു പുതിയ അഗ്രസീവ് ഡിഫൻസ് ശൈലിയിലേക്ക് ഭാരതം പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. ഇതിനു പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഇന്ത്യയുടെ ലക്ഷ്യം പാകിസ്ഥാനല്ല, മറിച്ച് 620 ആണവായുധങ്ങളുള്ള സാക്ഷാൽ ചൈനയാണ്. ചൈനയുടെ ഏത് കോണിലും കൃത്യമായി പ്രഹരിക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകളിലാണ് ഇന്ത്യ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ക്യാൻസറുകളിൽ സൂക്ഷിക്കുന്ന അതിനൂതന മിസൈലുകളും കടലിനടിയിലൂടെ സദാസമയം റോന്ത് ചുറ്റുന്ന ആണവ അന്തർവാഹിനികളും ഉള്ളതുകൊണ്ട് തന്നെ ആയുധങ്ങൾ സെറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് ഇനി ദിവസങ്ങളോ മണിക്കൂറുകളോ ആവശ്യമില്ല. മിനിറ്റുകൾക്കുള്ളിൽ ബെയ്ജിങ്ങിന് നേരെ കനത്ത തിരിച്ചടി നൽകാൻ ഈ നയമാറ്റം ഇന്ത്യയെ പ്രാപ്തമാക്കും. ചുരുക്കത്തിൽ പഴയ പാകിസ്ഥാൻ ഇന്ത്യ താരതമ്യങ്ങൾക്കൊക്കെ ഇനി യാതൊരു പ്രസക്തിയുമില്ല. പാകിസ്ഥാൻ ഇന്നത്തെ ഇന്ത്യക്ക് ഒരു എതിരാളി പോലുമല്ല. ശത്രു രാജ്യങ്ങളുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്തിനേയും നേരിടാൻ കെൽപ്പുള്ള ഒരു ആഗോള സൈനിക ശക്തിയായി, ഒരു എപെക്സ് ഗ്ലോബൽ മിലിറ്ററി ടൈറ്റാനായി ഇന്ത്യ അവതരിച്ചിരിക്കുകയാണ്. ഇസ്രായേലിനെ പോലെ തന്നെ ശത്രുക്കളുടെ ഒത്ത നടുക്കായി ആർക്കും തൊടാൻ കഴിയാത്ത ഒരു കോട്ടയായി ഭാരതം മാറുമ്പോൾ അത് 140 കോടി ജനങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. മിസ്റ്റർ മലയാളം.